ഓം ശ്രീമദ്ഭാഗവതം ഷഷ്ഠസ്കന്ധം തൃതീയോധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ഷഷ്ഠസ്കന്ധേ തൃതീയോധ്യായഃ. രാജോവാച നിശമ്യദേവ സ്വഭടോപവർണിതം പ്രത്യാഹ കിം താനപി ധർമ്മരാജഃ ഏവം ഹതാജ്ഞോ വിഹതാൻ മുരാരേർ നൈദേശികൈർയസ്യ വശേ ജനോയം. ഈ വിഷ്ണുദൂതന്മാർ ഇപ്രകാരമെല്ലാം പറഞ്ഞത് ആ ഭഗവൻ്റെ നാമമാഹാത്മ്യത്തെയൊക്കെ യമരാജാവിൻ്റെ അനുവാദപൂർവ്വം ഉറപ്പിക്കുന്നതായിട്ട് മൂന്നാമത്തെ അധ്യായം ആരംഭിക്കുന്നു. പറഞ്ഞതായ ആ ഭഗവൻ നാമമാഹാത്മ്യത്തെ പറഞ്ഞ രാജാവ് ചോദിക്കുക. തൻ്റെ യമഭടന്മാർ പറഞ്ഞ വൃത്താന്തം കേട്ടിട്ട് ധർമ്മരാജാവായ യമൻ എന്ത് ചെയ്തു, അവരോട് എന്താണ് തിരിച്ചു പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. നിശമ്യ ദേവ സ്വഭടോപവർണിതം പ്രത്യാഹ കിം താനപി ധർമ്മരാജഃ ഏവം ഹതാജ്ഞോ വിഹതാൻ മുരാരേർ നൈദേശികൈർ യസ്യ വശേ ജനോയം. യമസ്യ ദേവസ്യ ദണ്ഡഭംഗ കുതശ്ച നർഷേ ശ്രുതപൂർവ ആസീത ഏതന്മുനെ വൃശ്യതി ലോക സംശയം നഹി ത്വദന്യ ഇതി മേ വിനിശ്ചിതം. യമസ്യ ദേവസ്യ ന ദണ്ഡഭംഗഃ കൃതശ്ച നർഷേ ന ഋഷേ ന കേട്ടോ. ദണ്ഡഭംഗ ദേവസ്യ യമസ്യ ദേവനായ യമൻ്റെ ദണ്ഡത്തിന് തടസ്സം നിന്ന ഭംഗമുണ്ടാക്കിയ സർവജ്ഞനായ അല്ലയോ മുനിയായുള്ളയാളെ, കുതസ്ഥൻ ആരിൽ നിന്ന് ഇത് ആരിൽ നിന്നും ഇത് നേരത്തെ കേട്ടിട്ടില്ല. ഏത് ഈ സംശയത്തെ, അതായത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഈ സംശയത്തെ, ഏതത് ലോക സംശയ സകലമാർന്ന പേർക്കും ഉണ്ടാകുന്ന ഈ സംശയത്തെ ത്വദന്യ അങ്ങല്ലാതെ, അങ്ങ് അല്ലാതെ അന്യനായിട്ടുള്ളവർക്ക് അത് ഛേദിക്കുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതിമേ വിനിശ്ചിതം എന്നാണ് എൻ്റെ ഉറപ്പ്. അതായത് സർവജ്ഞനായ മുനി രാജാവ് ചോദിക്കുക, ധർമ്മം പാലിക്കുന്ന യമദേവൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സം ആരെങ്കിലും നിന്നതായിട്ട് നേരിട്ടതായ ചരിത്രം ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. കാരണം യമൻ വന്നാലത് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്. നമ്മളങ്ങ് കൂടെ പോകുക എന്നുള്ളതേ രക്ഷയുള്ളൂ. അതിനിടയ്ക്ക് ഇങ്ങനെയൊരു ഇത് കേട്ടിട്ടില്ലല്ലോ. ഇത് ലോകത്തിൽ മുഴുവനുള്ള ജനങ്ങൾക്കും സംശയമുണ്ടാക്കാതിരിക്കയില്ല. അതിനെ ഒന്നില്ലാതാക്കുവാൻ വേണ്ടി ഞാനിപ്പോൾ വേറെ ആരെയും കാണുന്നില്ല. അങ്ങ് അതിൻ്റെ കാര്യം ഒന്ന് വൃത്തിയായിട്ട് പറഞ്ഞു തരണമെന്ന് ശുകബ്രഹ്മർഷിയോട് രാജാവ് ആയ പരീക്ഷിത്ത് ആവശ്യപ്പെടുന്നു. യമസ്യ ദേവസ്യ ന ദണ്ഡഭംഗഃ കുതശ്ച നർഷേ, ഋഷേ എന്നാ കേട്ടോ, അതാ അർഷേന്ന് വന്നിരിക്കുന്നത്. കുതശ്ച നർഷേ വൃശ്ചതി ന വൃശ്ചതി അതാണ് ഋഷേ ന കുതഃ ച ഋഷേ ന ഋഷേ ശ്രുതപൂർവ ആസീത് മുമ്പ് കേട്ടിട്ടില്ല. ഏതൻ മുനെ വൃശ്ചതി ലോക സംശയം, ഇത് ലോക സംശയത്തിന് ഇടയാക്കുന്നു. നഹി ത്വദന്യ ഇതിന് വേറെ ആരും തന്നെ പറഞ്ഞു തരാൻ ഇനിയില്ല. അന്യരായിട്ട് ആരുമില്ല. ഇതിമേ വിനിശ്ചിതം അങ്ങ് തന്നെ ഇതിൻ്റെ കാര്യം പറഞ്ഞു തരണം. അത് കേട്ടിട്ട് എന്ത് പറഞ്ഞു, എന്താണ് അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്നൊക്കെയുള്ള കാര്യം വിശദമായിട്ട് പറഞ്ഞു തരണം. ഈ പരീക്ഷത്ത് ചുമ്മാ കേട്ടുകൊണ്ടിരിക്കുകയല്ല. അതിനിടയ്ക്ക് അദ്ദേഹത്തിനുണ്ടാകുന്ന സംശയങ്ങൾ ചോദിച്ച് അത് അപ്പം തന്നെ നിവാരണം അത് തീർത്ത് വയ്ക്കുകയാണ്. കാരണം ഇനി സമയമില്ല പിന്നെ ചോദിക്കാൻ. അതുകൊണ്ട് ശ്രീശുക ഉവാച ഭഗവത് പുരുഷൈരാജൻ യാമ്യ പ്രതിഹതോദ്യമ പതിം വിജ്ഞാപയാമാസുർ. അവിടെ നിർത്തണം. യമം സംയമനീ പതിം. ഭഗവത് പുരുഷൈരാജൻ, അല്ലയോ രാജാവേ, ഭഗവാന്റെ ആൾക്കാരാൽ പ്രതിഹനിക്കപ്പെട്ട ഉദ്യമത്തോടു കൂടി എന്നുവെച്ചാൽ പ്രവൃത്തിയെ വിഘ്നപ്പെടുത്തിയ യാമ്യാഹ യമഭടന്മാർ എന്നാണ് അതിൻ്റെ വാക്ക്. യമൻ്റെ ആൾക്കാർ. സംയമനീപതി നരക ലോകം. സംയമനി എന്ന് പറഞ്ഞാൽ നരകം. ആ നരകത്തിൻ്റെ പതി കാലൻ.
പതിം യമം സ്വാമിയായ യമനെ വിജ്ഞാപയാമാസു അറിയിച്ചു. വിജ്ഞാപയാമാസു എന്ന് പറഞ്ഞാൽ അത് അറിയിച്ചു. ഒത്തിരി സ്ഥലത്ത് വരുന്ന ആ വാക്ക്. ഭഗവത് പുരുഷൈരാജൻ യാമ്യ പ്രതിഹതോദ്യമാഹ പതിം വിജ്ഞാപയാമാസുർ യമം സംയമനീപതിം. യമദൂത ഊചുഹോ കതി സന്ദേഹ ശാസ്താരോ ജീവലോകസ്യ വൈ പ്രഭോ ത്രൈവിധ്യം കുർവത കർമ്മ ഫലാഭിവ്യക്തിഹേതവഃ. കതി സന്ദേഹ ശാസ്താരോ ജീവലോകസ്യ വൈ പ്രഭോ ത്രൈവിധ്യം കുർവത കർമ്മ ഫലാഭിവ്യക്തിഹേതവഃ. അല്ലയോ പ്രഭുവായ ഉള്ളവനെ, മൂന്ന് ഗുണങ്ങൾ നിമിത്തമുണ്ടാകുന്ന ആ കർമ്മങ്ങൾ ഈ ലോകത്തിൻ്റെ ശാസിതാക്കന്മാരും അതുപോലെ ഫലത്തിന് കാരണഭൂതന്മാരുമായിരിക്കുന്നവരെ ഈ ലോകത്തിൽ എത്ര പേരുണ്ട്? അതായത് ഈ സത്വ രജ തമ എന്നുള്ള 3 ഗുണങ്ങൾ നിമിത്തം പുണ്യവും പാപവും മിശ്രമായിട്ടുള്ളതും എങ്ങനെ 3 വിധത്തിലുള്ള കർമ്മങ്ങളാണ് ലോകത്തിലുള്ളവരൊക്കെ ചെയ്യുന്നത്. അതാണ് ഗുണകർമ്മ എന്ന് പറയുന്നത്. കർമ്മ അനുസരണം ശാസിപ്പാനും അത് കർമ്മം ഇങ്ങനെയൊക്കെയാണെന്ന് അനുസരിപ്പിക്കാനും ശാസിക്കാനും പറഞ്ഞു കൊടുക്കാനും അതിൻ്റെ ഫലം ആ ഗുണങ്ങളും കൊണ്ടുള്ള ഫലം കൊടുക്കാനും അധികാരമുള്ളവർ ലോകത്തിൽ ആരൊക്കെയാണുള്ളത്? ധർമ്മദേവനല്ലാതെ വേറെ ആരൊക്കെയാണുള്ളത് എന്നാണ് ധർമ്മദേവൻ്റെ അതായത് ഭടന്മാർ യമനോട് ചോദിക്കുന്നത്. കതി സന്ദേഹ ശാസ്താരോ ജീവലോകസ്യ വൈ പ്രഭോ ത്രൈവിധ്യം കുർവത കർമ്മ ഫലാഭിവ്യക്തഹേതവഃ. യദി സ്യുർ ബഹവോ ലോകേ ശാസ്താരോ ദണ്ഡധാരിണഃ കസ്യ സ്യാതാം ന വാ കസ്യ മൃത്യുശ്ചാമൃതമേവ വാ. മൃത്യുശ്ച അമൃതം ഏവ ച. യദി സ്യുർ ബഹവോ ലോകേ, ഈ ലോകത്തിൽ ശാസ്താരോ ദണ്ഡധാരിണ ശാസിപ്പാനും ദണ്ഡിക്കാനും ഒക്കെ അർഹരായവർ ബഹവ യദി സ്യു പല പേരുണ്ടെന്ന് വരികിൽ മൃത്യു എന്ന് പറയുന്നതും അമൃതം അമരത്വം എന്ന് പറയുന്നതും ഏവ വാ കസ്യ സ്യാതാം ആർക്കുണ്ടാകും? അങ്ങനെ വന്നാൽ കസ്യ ന വാ ആർക്ക് ഭവിക്കുകയില്ല. ഈ മൃതനാകുന്ന അവസ്ഥയും അതായത് ദുഃഖാവസ്ഥയും സുഖാവസ്ഥയും, അമൃതം എന്നുവെച്ചാൽ മരിക്കാത്ത അവസ്ഥ, സുഖമായ അവസ്ഥയും ആർക്കൊക്കെ ഉണ്ടാകും, ആർക്കൊക്കെ ഉണ്ടാവുകയില്ല. കാരണം പലരുണ്ടായിരിക്കട്ടെ, അതുകൊണ്ടാണ് എന്ത് വിരോധം എന്നുള്ള ആക്ഷേപത്തെ പരിഹരിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. ശാസിക്കാനായിട്ട് അധികാരികളായിട്ട് ഈ ലോകത്തിൽ പലരുണ്ടെന്ന് വരികിൽ, ശാസിക്കാൻ 1-2 പേരല്ലേ ആകാവുള്ളൂ. ഒരുപാട് പേരുണ്ടെങ്കിൽ ഈ എങ്ങനെ ശരിയാകും? പാപിയായ ഒരുവനെ ചിലർ ശിക്ഷിക്കാൻ നിശ്ചയിച്ചാൽ മറ്റു ചിലർ വന്ന് തടസ്സപ്പെടുത്തുന്നു. അതല്ലേ ഇവിടെ സംഭവിച്ചത്. അതാണ് വിശദീകരിച്ച് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അങ്ങനെയായി ഇപ്പോൾ എത്ര പേരുണ്ട്, അതിനെ ആരെയൊക്കെ ഞങ്ങൾ അനുസരിക്കണം എന്നാണ് യമദൂതന്മാർ യമനോട് ചോദിച്ചത്. കിന്തു ശാസ്തൃബൃഹത്വേ സ്യാത് ബൃഹുത്വേ, ആ ബ്രാ ഇല്ല കേട്ടോ, ബഹുത്വേ. കിന്തു ബഹുത്വേ പലത് എന്നുള്ള അർത്ഥത്തില പല തരത്തിലുള്ളതെന്ന്. കിന്തു ബഹുത്വേ സ്യാത് ബഹൂനാമിക കർമ്മിണാം ശാസ്തൃത്വം ഉപചാരോഹി. ആ ഉപചാരം എന്നാണ് വാക്ക്. വേണ്ടവർക്കത് ഊന്നാക്കാം. അപ്പോൾ വായിക്കുമ്പം ഉപചാരം എന്ന് വായിക്കണം. ശാസ്തൃത്വം ഉപചാരോഹി യഥാമണ്ഡലവർത്തിനാം ബഹൂനാം കർമ്മ. പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ശാസിക്കുന്നവരുടെ ബഹുത്വത്തിൽ ഒരുപാട് പേര് ശാസിക്കാനും പിന്നെ ദണ്ഡം അതായത് ശിക്ഷ കൊടുക്കാനുമൊക്കെ അർഹരായിട്ടുള്ളവർ ഈ ശാസിതാവ് എന്ന അവസ്ഥ ഈ ഉപചാരമല്ലേ, വെറുതെ ഒരു സാധാരണ ഒരു കാര്യമായിട്ട് തീരുകയില്ലേ ഈ ദണ്ഡം കൊടുക്കുന്നതും അതുപോലെ തന്നെ ശാസിക്കുന്നതുമൊക്കെ വെറുതെ ഒരു ഉപചാരമാകും. അതൊരു നിയമപ്രകാരം അത് ചെയ്യാൻ വേണമെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ നിയമവ്യവസ്ഥ. കാരണം എന്താ, ശിക്ഷ കിട്ടേണ്ടതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നവർക്കും ശിക്ഷ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ എന്താ, അത് വെറുതെ ഒരു നോർമലായിട്ടൊരു കാര്യം ചെയ്തു, അത്ര തന്നെ. ഫോർമലായിട്ട് നിയമപ്രകാരം ചെയ്തു എന്ന് പറയുന്നില്ല, നമ്മൾ അതുപോലെ ഉള്ളല്ലോ എന്ന് ആണ് ചോദിക്കുന്നത്. അങ്ങനെയല്ലല്ലോ വേണ്ടത് എന്നാണ്. ഒരുപാട് പേരങ്ങനെ ഉണ്ടെങ്കിൽ
പലരുടേതും അനുസരിക്കേണ്ടി വരുന്നു. അപ്പം ഒരാൾ തെറ്റ് ചെയ്തതിന് ശിക്ഷിക്കാൻ ചെല്ലുമ്പോൾ മറ്റേ ആൾ പറയും അവരെ ശിക്ഷിക്കാൻ പറ്റുമായിരുന്നു. അതെങ്ങനെയാണ് ശരിയാകുന്നതെന്നാണ് യമദൂതന്മാരുടെ സംശയം. അതസ്ത്വമേകോ ഭൂതാനാം സേശ്വരാണാമധീശ്വരഃ ശാസ്താദണ്ഡധരോ നൃണാം ശുഭാശുഭ വിവേചന. അതസ്ത്വമേകോ ഭൂതാനാം സേശ്വരാണാമധീശ്വരഃ ശാസ്താദണ്ഡധരോ നൃണാം. നൃന്ന് വായിക്കരുത്, നൃ എന്നുള്ള അക്ഷരമാണ് നീട്ടിയിരിക്കുന്നത്. അപ്പോൾ നൃന്ന് ഊ വരികയില്ല, നൃണാം ശുഭാശുഭ വിവേചന. അതുകൊണ്ട് സേശ്വരി ദേവന്മാരോട് കൂടിയ ഭൂതങ്ങൾക്ക് സ്വാമിയായിട്ടും അധീശ്വരനായിട്ടും നൃണാം മനുഷ്യരുടെ ശുഭ അശുഭം അതുങ്ങൾ ശുഭമായിട്ടുള്ളതിനെയും അശുഭമായിട്ടുള്ളതിനെയും വേറെ വേറെ കാണുന്നവനും അതുപോലെ ശാസിപ്പാനായിട്ട് അധികാരിയും ദണ്ഡധരനും എന്ന് വെച്ചാൽ വടിയും കൈ കൊണ്ട് ദണ്ഡം ധരിച്ചിരിക്കുന്നവനും എന്ന് വെച്ചാൽ ശിക്ഷിക്കാൻ ഉള്ള ദണ്ഡ് കയ്യിലുള്ളവൻ, ശിക്ഷിക്കാൻ അർഹനായിട്ടുള്ളവൻ അങ്ങ് ഏകൻ തന്നെ, അങ്ങല്ലേ, അങ്ങ് ഒരാളല്ലേ ഉള്ളൂ എന്നാണ് യമദൂതന്മാർ ചോദിക്കുന്നത്. അതസ്ത്വം ഏകോ ഭൂതാനാം സേശ്വരാണാം അധീശ്വരഃ ശാസ്താദണ്ഡധരോ നൃണാം ശുഭാശുഭ വിവേചനഃ തസ്യ തേ വിഹിതോ ദണ്ഡോ ന ലോകേ വർത്തതേധുന ചതുർഭിർ അദ്ഭുതൈ സിദ്ധൈ ആജ്ഞാതേ വിപ്രലംഭിതാം. സിദ്ധൈ തേ ആജ്ഞാ, സിദ്ധൈർ ആജ്ഞ എന്നാണത്. സിദ്ധൈഹി അല്ലെങ്കിൽ സിദ്ധൈർ എന്ന് എഴുതിയിട്ട് ആജ്ഞ എന്ന് വായിക്കണം, രാജ്ഞ എന്ന് വായിക്കരുത്. തസ്യ തേ വിഹിതോ ദണ്ഡോ ന ലോകേ വർത്തതേധുന ചതുർഭിർ അദ്ഭുതൈ സിദ്ധൈഹി ആജ്ഞ. എന്ന് വെട്ടിക്കളഞ്ഞേരെ. സിദ്ധൈഹി ആജ്ഞാതേ വിപ്രലംഭിതാം. ഈ സർവ്വലോകത്തിൻ്റെയും സ്വാമി അങ്ങാണെന്നാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത്. അങ്ങയുടെ നിശ്ചയാനുസരണമുള്ള ഒരു ശിക്ഷ ഇപ്പോൾ ലോകത്തിൽ നടക്കുകയില്ലെന്ന് ആണ് വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ വെറും കൈയോടെ തിരിച്ചു വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും അധികാരി, ദണ്ഡത്തിന് അർഹൻ അങ്ങാണ്, ദണ്ഡ് ധരിച്ചിരിക്കുന്നത് അങ്ങാണ്, ശിക്ഷിക്കാൻ അർഹൻ അങ്ങാണ്, ശാസിക്കാൻ അർഹൻ അങ്ങാണ് എന്ന് ധരിച്ചിരിക്കുന്ന ഇപ്പോൾ അങ്ങനെ അല്ലെന്ന് വന്നിരിക്കുന്നു. അത്ഭുതാകൃതിയുള്ള 4 സിദ്ധപുരുഷന്മാർ, 4 പേര്. ഇവിടെ സിദ്ധ ആ വാക്ക് തന്നെ ഞാൻ പറഞ്ഞത്. സിദ്ധൈര് ആജ്ഞാതേ വിപ്രലംഭിത, നിരോധിച്ചു അങ്ങയുടെ ആജ്ഞയെ. ആ 4 ഒരേപോലെ വസ്ത്രം ധരിച്ച അത്ഭുതാകൃതിയുള്ള 4 സിദ്ധന്മാരായ പുരുഷന്മാർ, അത് പാർഷദന്മാരുടെ കാര്യമായി പറഞ്ഞത്. അങ്ങ് ആജ്ഞയെ നടത്തുന്ന ഞങ്ങളെ നിരോധിച്ചിരിക്കുന്നു. നിയമാനം തവ ആദേശാത് എന്നാക്കുക, പിന്നെ അസ്മാഭിർ അവിടെ നിർത്തുകയും വേണം കേട്ടോ. നിയമാനം തവ ആദേശാത് പ്ലസ് അസ്മാഭിർ യാതനാഗൃഹാൻ വ്യമോചയൻ പാതകിനം ചിത്വാ പാശാൻ പ്രസഹ്യ തേ. തവ ആദേശാത് അങ്ങയുടെ ആജ്ഞ അനുസരിച്ച്, ആദേശം ആജ്ഞ കൊടുത്തു വിടുന്നതിന് ആദേശം ചെയ്യുക എന്ന് ആദേശം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആജ്ഞയാൽ നരകത്തിലെ യാതനാഗൃഹമായ നരകത്തിലേക്ക് നിയമാനം ഞങ്ങളാൽ നയിക്കപ്പെടും. ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അധ്യായത്തിലും കണ്ടതാണത്. നയിക്കപ്പെടുന്ന നിയമാനം, നയിക്കപ്പെടുന്ന പാതകിനും പാപിയെ അവർ പ്രസഹ്യ ബലം പ്രയോഗിച്ച് പ്രസഹ്യ ബലം പ്രയോഗിച്ച് ഞങ്ങളുടെ പാശങ്ങളെ പാശാൻ ചിത്വ പാശം മുറിച്ച് കളഞ്ഞിട്ട് വിമോചിപ്പിച്ചു. നിയമാനം തവ ആദേശാത് അസ്മാഭിർ യാതനാഗൃഹാൻ വ്യമോചയൻ പാതകിനം ചിത്വാ പാശാൻ പ്രസഹ്യ തേ. താംസ്തേ വേദിതുമിച്ഛാമോ യദി നോ മന്യസേ ക്ഷമം നാരായണേത്യഭിഹിതേ മാ ഭൈർ ഇത്യായയുർദ്രുതം. ആയയുർയുതം ആ വാക്ക് ദ്രുതം ആ വാക്ക് അങ്ങനെയാണ്. ആയയുഹോ പെട്ടെന്ന് എന്ന് പറഞ്ഞ് വേഗത്തിൽ വന്നു അങ്ങനെ പറഞ്ഞിട്ട് ആയയു ഇങ്ങോട്ട് ഓടി വന്നു. എന്താ താംസ്തേ വേദിതുമിച്ഛാമോ യതിനോ മന്യസേ ക്ഷമം നാരായണേതി അഭിഹിതേ. നാരായണ ഇതി അഭിഹിതേ എന്ന് വെച്ചാൽ നാരായണ എന്ന് പറയപ്പെട്ടപ്പോൾ, നാരായണ എന്നുള്ളൊരു ഉച്ചാരണം വന്നപ്പോൾ അന്ന് ആ ആൾ പറഞ്ഞപ്പോൾ അഭിഹിതേ നാരായണ എന്ന് പറയപ്പെട്ടപ്പോൾ മാ ഭയപ്പെടേണ്ട ഇത് ദ്രുതമായോ എന്ന് പറഞ്ഞു. നീ പേടിക്കേണ്ട, ഞാൻ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഓടിയെത്തി അവർ. ന ക്ഷമം മന്യസേ യതി ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് വിചാരിക്കുന്നുവെങ്കിൽ
താൻ അവരെ ന തേ വേദിതും അങ്ങയിൽ നിന്ന് അറിവാനായിക്കൊണ്ട് ഇച്ഛാമഹ ഞങ്ങൾ ഇച്ഛിക്കുന്നു. ഇച്ഛാമഹ ഞങ്ങൾ കൂടുതൽ പേരുള്ളോട് ഞങ്ങൾ, അതാ ചേച്ചി പറയുന്ന വ്യാകരണത്തിനകത്ത് വരുന്ന കേട്ടോ. നമുക്ക് അത് ഒത്തിരി ഒന്നും പഠിക്കാനൊന്നും പറ്റില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് പറയുക. അത് ഇച്ഛാമഹ ഞങ്ങൾ ഇച്ഛിക്കുന്നു, അത്രയേ ഉള്ളത്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മളത് എഴുതി വെക്കാനോ അതിൻ്റെ ഒരു ഗ്രാമറിനൊരു ഉത്തരം എഴുതാനോ ഒന്നും അല്ല. നമുക്കിത് പഠിക്കുമ്പോൾ നമുക്ക് ഇച്ഛാമഹ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്നാണെന്ന് വരും. 2 പേരല്ല, അതിൽ കൂടുതൽ ആൾക്കാർ, ഞങ്ങളായി കുറച്ച് പേരുണ്ടല്ലോ ഇവർ പോയവർ, അത് ഞങ്ങൾ ഇച്ഛിക്കുന്നു. ഇച്ഛാമഹ നാരായണ എന്ന നാമത്തെ അജാമിളൻ ഉച്ചരിച്ച ആ സമയത്ത് തന്നെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഓടി പെട്ടെന്ന് ശീഘ്രം വന്നു ചേർന്നു. അവരാരെന്നറിയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാക്കണം, ഞങ്ങൾക്കും ഒന്നറിയണം. അഭിപ്രായം അങ്ങയ്ക്കുണ്ടെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് അങ്ങയ്ക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അങ്ങയിൽ നിന്ന് അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആ ആൾക്കാരെക്കുറിച്ച് അറിയാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ശ്രീശുക ഉവാച ഇതി ദേവസ ആപൃഷ്ടഃ പ്രജാ സംയമനോ യമഃ പ്രീതസ്വദൂതാൻ പ്രത്യാഹ സ്മരൻ പാദാംബുജം ഹരേഹേ. അവിടെ പിരിക്കാനൊന്നുമില്ലേ. ഇത് ആപൃഷ്ട ഇപ്രകാരം ചോദിക്കപ്പെട്ട പൃച്ഛിക്കപ്പെട്ടെന്ന് വെച്ചാൽ ഈ ഭൃത്യന്മാർ തന്നെ ചോദിച്ച, അതായത് ഭൃത്യന്മാരാൽ ചോദിക്കപ്പെട്ട ആ പ്രജകളെ അടക്കുന്നവനായ ദേവൻ ആരാ? യമൻ. ദേവനായ യമൻ ഹരിയുടെ പാദപദ്മത്തെ അനുസ്മരിച്ചു. സ്മരിച്ചിട്ട് പ്രീത പ്രളയ സന്തോഷിച്ചവനായിട്ട് തൻ്റെ ദൂതന്മാരോട് സ്വന്തം ദൂതന്മാരോട് പ്രത്യാഹ എന്ന് വെച്ചാൽ പ്രത്യാഹ മറുപടിയായിട്ട് പറഞ്ഞു, തിരിച്ചു പറഞ്ഞു അവരോട് എന്നതാണ്. യമ ഉവാച. ഇനി യമൻ്റെ ഉത്തരമാണ്. അദ്ദേഹത്തിൻ്റെ ദൂതന്മാരോട് അദ്ദേഹം പറഞ്ഞതാണ് ഈ കാര്യം. അതാണ് നമുക്ക് സമാധാനം ഉണ്ടാക്കി തരുന്നൊരു വാക്കുകൾ, യമൻ്റെ വാക്കുകളെ. പരോമദന്യോ ജഗതസ്തുഷ്ച പരോ മദന്യോ ജഗത തസ്തുഷ്ച വെട്ടിക്കളഞ്ഞാലും മതി. ജഗതഹ എന്നുള്ളതുകൊണ്ട് അവിടെ വന്നത്. പരോ മദന്യോ ജഗതസ്തുഷ്ച ഓദം പ്രോദം പടവത് എത്ര വിശ്വം യദംശതോസ്യ സ്ഥിതിജന്മനാശ നസ്യോതവത് യസ്യ വശേ ച ലോകഃ. പരോ മദന്യോ ജഗതസ്തുഷ്ച ഓദം പ്രോദം പടവതിയത്ര വിശ്വം യദംശതോസ്യ സ്ഥിതിജന്മനാശ നസ്യോതവത് യസ്യ വശേ ച ലോകഃ. ഈ ജഗത്തിനും തസ്തുഷ ചരത്തിനും, അതായത് ചരിക്കുന്നതായതിനും അചരത്തിനും, തസ്തുഷ ആയിട്ടുള്ളത് അനങ്ങാത്തതിനും അതിനും എന്നുള്ളത് എന്നുള്ളതാണ് ആ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനിയായിട്ട് മതന്യ എന്നെ കൂടാതെ അന്യനുണ്ട് എത്ര അവനിൽ ഈ ലോകം വിശ്വം, ഈ ലോകം പടവത വസ്ത്രം പോലെ, വസ്ത്രം ഓതം പ്രോതം നീളത്തിൽ അങ്ങനെ ഇടുന്നു, വിലങ്ങിലും ഇരിക്കുന്നു, നീളത്തിലും എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നു എന്നാണ്. ഏതംശത അവൻ്റെ അംശത്തിൽ നിന്ന് അസ്യ ഇതിൻ്റെ സ്ഥിത ജന്മനാശ രക്ഷ ഉൽപ്പത്തി നാശം എന്നിവ നസ്യം മൂക്കിൽ കൂടെ ചെയ്യുന്ന കാര്യം, മൂക്ക് തുളച്ച് കയറിട്ടതുപോലെ, അതാണ് നസ്യോതവത് വിലങ്ങിൽ നൂൽ വസ്ത്രമായിരിക്കുന്നത് പോലെ ഭഗവാനിലിരിക്കുന്ന മഹാദേവൻ്റെ അംശത്തിൽ നിന്നുണ്ടായ കയറിട്ടതുപോലെ ലോകം യസ്യേ വശേ യാതൊരുവൻ്റെ അധീനത്തിൽ. പിന്നെ അടുത്തതും കൂടെ കൂട്ടിയാലേ നമുക്ക് ബാക്കി അർത്ഥം കൂടെ പറയാൻ പറ്റത്തുള്ളതാണ്. അത് ഭഗവാൻ ആരാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുന്നതിനുള്ള ആരംഭമാണ്. പരോ മദന്യോ ജഗതസ്തുഷ്ച ഓദം പ്രോതം പടവതിയത്ര വിശ്വം യദംശതോസ്യ സ്ഥിതിജന്മനാശ നസ്യോതവത് യസ്യ വശേ ച ലോകഃ. യോ നാമഭിർവാചി ജനാൻ നിജായാം അങ്ങനെ തന്നെ വായിക്കണേ. യോ നാമഭിർവാചി ജനാൻ നിജായാം ബധ്നാതി തന്ത്യാമിവ ദാമഭിർഗ യസ്മൈ ബലിം ത ഇമേ നാമകർമ്മ നിബന്ധ ബദ്ധാശ്ചകിതാ വഹന്തി. നിബന്ധ
അത് ഇന്ധ എന്ന് വായിക്കണം. ബദ്ധ എന്ന് മറ്റേത് ധ എന്നും വായിക്കണം. രണ്ട് ഇന്ധായും ധായും രണ്ടാണ്. അവിടെ ഒരു തെറ്റ് ഉണ്ടാക്കാൻ പാടില്ല. നിബന്ധ ബദ്ധാശ്ചകിത വഹന്തി. അത് നിജായാം വാചി, യാതൊരുവൻ്റെ തൻ്റെ വാക്കിൽ നാമഭിനാമങ്ങൾ കൊണ്ട് ജനങ്ങളെ കയറുകൾ കൊണ്ട് ഗാ ഇവ പശുക്കളെ എന്ന പോലെ ബധ്നാദി ബന്ധിക്കുന്നു. അതുപോലെ നാമകർമ്മ നിബദ്ധ ബദ്ധ, നാമകർമ്മങ്ങളാകുന്ന ബന്ധന സാധനങ്ങളാൽ ബന്ധിക്കപ്പെട്ട അവരെ തേയിമേ ഇവർ ചകിത വളരെ ചകിതരായിട്ട് ഭയചകിതരായിട്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. ആ ചകിത തന്നെ ഇത് ഭീതന്മാരായിട്ട് പേടിച്ച് വരണ്ട്. യസ്മൈ യാതൊരുവനായിക്കൊണ്ട് ബലിം വഹന്തി, ബലിയെ വഹിക്കുന്നു. യോ നാമഭിർവാചി ജനാൻ നിജായാം ബധ്നാതി തന്ത്യാമിവ ദാമഭിർഗ യസ്മൈ ബലിം ഇമേ നാമകർമ്മ നിബന്ധ ബദ്ധാശ്ചകിതാ വഹന്തി. അങ്ങനെ തന്നിൽ നിന്നുണ്ടായ വേദലക്ഷണമായ വാക്കിൽ ബ്രാഹ്മണാദിനാമങ്ങൾ കൊണ്ട് അതെല്ലാം ചെറിയ ചേർത്ത് പിരിച്ചുണ്ടാക്കിയ കയറ് കൊണ്ട് കാളകളെ എന്ന പോലെ ജനങ്ങളെ ബന്ധിച്ചിരിക്കുന്നു ഈ നാമങ്ങൾ കൊണ്ട്. നാമങ്ങളും കർമ്മങ്ങളുമാകുന്ന ആ ബന്ധനത്തിൻ്റെ സാധനങ്ങളാൽ നമ്മളെല്ലാം ബന്ധിക്കപ്പെട്ട ഈ ജീവരാശികൾ, എല്ലാ ജീവരാശികളും ഭീതന്മാരായിട്ട് ആ ഭഗവാനാൽ നമുക്ക് തന്നിരിക്കുന്നതായ കർമ്മങ്ങൾ നടത്തുന്നു. ഇപ്പോൾ മനസ്സിലായോ? നമ്മൾ ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് നടത്താൻ നമുക്ക് സാധ്യമാകും. നമ്മൾക്ക് എത്ര പരിശ്രമിച്ചാലും എന്തോ അവർക്കത് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് അവർക്കത് വിധിച്ചിട്ടില്ല. ഭഗവാൻ നിയോഗിച്ച് വിട്ടിരിക്കുന്ന ഇങ്ങോട്ട് നമ്മളെ ഇന്നത് ചെയ്യാൻ. അപ്പോൾ അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദൈവരാശികളെല്ലാം ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ട കർമ്മങ്ങളെ ചെയ്യുന്നു. ആ ഭഗവാന്റെ ആജ്ഞയെ പരിപാലിക്കുന്നതുമായ പൂജയെ നമ്മൾ നടത്തുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്താ? ഭഗവാന്റെ പൂജകളായിട്ട് മനസ്സിലോർക്കുക. ഏത് കർമ്മമാണോ, കർമ്മ മേഖലയിലാണോ നമ്മൾ നിൽക്കുന്നത്, അത് ഭഗവാന്റെ പൂജയായിട്ട്, ഭഗവാൻ നമ്മൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന കർമ്മമാണ് അതെന്നറിഞ്ഞ് അതിനെ നമ്മൾ ആ പൂജയെ ചെയ്യുന്നത് പോലെ ആ കർമ്മത്തിനെ അനുഷ്ഠിക്കുക. ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകൻ്റെ കർമ്മം എന്താണ് അത് അനുഷ്ഠിക്കുക. ഒരു കൃഷിക്കാരനാണെങ്കിൽ അയാളുടെ കർമ്മം എന്താണെന്ന് വെച്ചാൽ അത് കൃഷി സമ്പുഷ്ടമാക്കുന്ന രീതിയിൽ ഉള്ള ഏത് കാര്യങ്ങളും ചെയ്ത് ആ കർമ്മത്തെ ഭഗവാന്റെ സേവയായി കണ്ട് അനുഷ്ഠിക്കുക എന്നാണ് ഇപ്പോൾ യമൻ്റെ ദൂതന്മാരോട് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരാളിനെക്കുറിച്ച്, അങ്ങനെ ഒരു ഭഗവാനുണ്ട്, നിയോഗിച്ച് വിട്ടിരിക്കുന്ന ഒരാളുണ്ടെന്ന് അത്രയാണ് പറഞ്ഞത്. അഹം മഹേന്ദ്രോ നിരുതി പ്രചേതാഹ സോമോഗ്നിരീശ പവനോർക്കോ വിരിഞ്ചക. ആരൊക്കെയാ? ദേവന്മാരെല്ലാം പറയുക. ആദിത്യ വിശ്വേ വസവോധ സാധ്യ മരുദ്ഗണ രുദ്രഗണ സസിദ്ധാഹ. അഹം ആരാ? അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. മഹേന്ദ്ര ദേവേന്ദ്രൻ, മഹാനായ ദേവന്മാരുടെ ദേവൻ, അതാ ദേവേന്ദ്രൻ. പ്രചേതസ്സുകൾ വരുണൻ, സോമൻ എന്ന് വെച്ചാൽ സോമൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ഈശ മഹാദേവൻ, ഈശൻ മഹേശ്വരൻ, ഈശൻ മഹാദേവൻ, പവനൻ വായോ, അർക്കൻ സൂര്യൻ, വിരിഞ്ചൻ ബ്രഹ്മാവ്, ആദിത്യ വിശ്വേ വസവ ആദിത്യൻ, വിശ്വദേവന്മാർ, വസുക്കൾ എന്നിവർ. ഇതെല്ലാം നമുക്കത് ആ രണ്ട് പദ്യങ്ങൾ കൊണ്ട് പറയുക ഭഗവാന്റെ ആ ലീലാവിശേഷം എങ്ങനെയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കുന്നത് അല്ല എന്ന് ഈ പറയുകയാണ്. ഞാൻ തന്നെ, അതായത് അഹം, അതായത് യമൻ പറയുന്ന അഹം ഞാൻ, അതായത് യമനും ദേവേന്ദ്രനും നിരുതിയും വരുണനും ചന്ദ്രനും വന്നി മഹാദേവനും പിന്നെ വായു, അർക്കൻ, ബ്രഹ്മദേവൻ, ആദിത്യന്മാർ, വിശ്വദേവന്മാർ, പിന്നെ വസുക്കൾ, സാധ്യന്മാർ, സിദ്ധന്മാർ, മരുദ്ഗണങ്ങൾ, രുദ്രഗണങ്ങൾ, ഇങ്ങനെ അത് അടുത്ത കൂടി ഉണ്ട് കുറേ കൂടെ. അഹം മഹേന്ദ്രോ നിരുതി പ്രചേത സോമോ അഗ്നിരീശ. സോമഹ അഗ്നി എന്ന് പറയാം കേട്ടോ. അതുകൊണ്ടാണ് ആ പറയണ്ടെന്ന് പറഞ്ഞത്. സോമോഗ്നിരീശ പവനോർക്കോ വിരിഞ്ചക ആദിത്യ വിശ്വേ വസവോധ സാധ്യ മരുദ്ഗണ രുദ്രഗണാസ സിദ്ധാഹ അന്യേ ച യേ വിശ്വസൃജോ മരേശ ഭൃഗ്വാദയോ സ്പൃഷ്ട കൊമ രജസ്തമസ്കാഹ യസ്യേഹിതം ന വിദുസ്പൃഷ്ടമായാഹ സത്വപ്രധാന അപി കിം തതോന്യേ.
അന്യേ ച യേ വിശ്വസൃജോമരേശ. അന്യേ വിശ്വസൃജൻ, അതായത് മരീചി മുതലായ പ്രജാപതികൾ, അമരേശ ദേവന്മാരുടെ ആചാര്യന്മാർ, ഭൃഗു മുതലായവർ, അസ്പൃഷ്ട രജസ് തമസ്ക, രജസിൻ്റെയും തമസിൻ്റെയും സ്പർശമില്ലാത്തതായ സാത്വപ്രധാനന്മാരായവർ ആണെങ്കിലും സ്പർശിക്കപ്പെട്ട ആരാണെങ്കിലും മായ സ്പർശിച്ചവരായിരിക്കും. ആ മായയോട് കൂടിയവർ യാതൊരുവൻ്റെ ഹിതത്തെ വിദ്യോ അറിയുന്നില്ല. അന്യേക്കും, പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? ഇത്രയും വലിയ പ്രഗത്ഭരായിട്ടുള്ളവർക്കൊന്നും മനസ്സിലാകാത്ത അദ്ദേഹത്തിനെ പിന്നെ ആർക്കാണ് മനസ്സിലാകുന്നത്? നമുക്കാർക്കും മനസ്സിലാകാത്ത വലിയൊരു കാര്യമാണ് ഈ ഭഗവാൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു യമദൂതന്മാരോട്. യമൻ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. ആരാ? അങ്ങാണ് അധിപതി എന്ന് ഞങ്ങൾ കരുതിയിരുന്നത്. ഇപ്പോൾ അതല്ലെന്ന് വന്നിരിക്കുന്നു. അങ്ങയെ ചോദ്യം ചെയ്യാനായിട്ട് 4 പേരവിടെ വന്നിരിക്കുന്നു. ഇതെന്താ നീതിയാണെന്നാണ് ചോദിക്കുന്നത്. വൈ ന ഗോഭിർമനസാസുഭിർവാ ഹൃദാ ഗിരാ വാസുഭൃതോ വിചക്ഷതേ ആത്മാനമന്തർഹൃദി സന്തമാത്മനാം ചക്ഷുർയഥൈവാകൃതയസ്തതഃ പരം. ഒന്നുകൂടെ വായിക്കാമേ. ചക്ഷുർ ഒരു ലൈന്. ചക്ഷുർ യഥൈവാകൃതയസ്തതഃ പരം. ചക്ഷുഹു യഥാ ആകൃതയ തതഃ പരം. അങ്ങനെയാണത് പിരിച്ച് പറയേണ്ടത് വാക്കുകൾ. ചക്ഷുർ യഥാ ആകൃതയ. ചക്ഷുർ യഥാ ഏവ ആകൃതയ. വൈ അതല്ല, അത് അതിന് മുമ്പത്തേതാണ്. ആകൃതയ ചക്ഷു യഥ, നേത്രത്തെ എന്ന പോലെ വിചക്ഷതയെ കാണുന്നില്ല. ജ്ഞാനേന്ദ്രിയങ്ങൾക്കും ഗോഭിഹി, അതായത് നമ്മുടെ അറിവ് തരുന്ന ഇന്ദ്രിയങ്ങൾക്കും മനസ്സ്, അത് വേറൊരു കാര്യമാണ്. പ്രാണങ്ങൾ കൊണ്ടും അസുഭിഹി പ്രാണങ്ങൾ കൊണ്ടും ചിത്തം കൊണ്ടും ഗിരാവ വാക്കുകൊണ്ടും ആത്മാക്കളുടെ ഹൃദയ അന്തർഭാഗത്തിൽ എപ്പോഴും വസിക്കുന്ന വസിക്കുന്ന ആത്മാവായും തതഃപരം അവയിൽ നിന്ന് അന്യനുമായിരിക്കുന്ന വൈ യാതൊരുവനെ അസുഭൃത ഈ പ്രാണികൾ ആകൃതയ രൂപങ്ങൾ ചക്ഷു യഥാ നേത്രത്തെ എന്ന പോലെ കാണുന്നില്ല. ഈ സകല ജീവികളുടെയും ഹൃദയ ഗുഹയിൽ എന്ന് പറയാറുണ്ട്. ഹൃദയ ഗുഹയിൽ ആത്മാവായും നിയന്താവായും നമ്മളെ നിർമ്മിച്ചവരായ സൃഷ്ടാവുമായിരിക്കുന്ന യാതൊരുവനെ ആ മഹാപുരുഷനെ പ്രാണികൾക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടോ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടോ സങ്കല്പമായ മനസ്സുകൊണ്ടോ നമ്മുടെ ഹൃദയം കൊണ്ടോ അത് ശബ്ദരൂപമായ അതിൻ്റെ സഹായം കൊണ്ടോ ഇന്നതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവയെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ഈ ആത്മാവ് അവയിൽ നിന്ന് അന്യനും അവയ്ക്ക് അഗോചരനുമാകുന്നു. അവയിൽ നിന്ന് അന്യനാണത്. അതുകൊണ്ട് അവർക്ക് കണ്ണിനും കാണാൻ പറ്റുന്നില്ല, ഹൃദയത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നു. അതിൽ നിന്ന് അന്യമായ ഒന്നിനെ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആ രൂപങ്ങൾ അറിയുന്നില്ല. അതായത് അളക്കുന്നവൻ അതിർത്തി നിശ്ചയിക്കുന്നവൻ. പ്രമാണത്തിന് അളവിന് അതിർത്തിക്ക് വിഷയമല്ല. ഇത് വിഷയമല്ല, അളവിനും വിഷയമല്ലത് അല്ലേ. അളക്കുന്നവനാണ് തീരുമാനിക്കുന്നത് എത്രയാണെന്ന്. അത് ബാക്കി ഇങ്ങനത്തെ സ്ഥലം ഇങ്ങനെ കിടക്കുകയല്ലേ, അതിനെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന സിദ്ധാന്തമാണല്ലോ എന്ന്. ഇപ്രകാരം എല്ലാം നിയന്ത്രിക്കുന്നവനായ ആ മഹാപുരുഷനെ ആ മഹാപുരുഷനുണ്ട്. അങ്ങനെയൊരു മഹാപുരുഷനുണ്ട്. അതാണ് ഇവിടെ പ്രസക്തമായി നമുക്ക് വേണ്ട ഭാഗം. അങ്ങനെയൊരു പ്രതാപവാനായിട്ടുള്ള ഒരാളുണ്ട്, ആ ശാസ്ത്രതാവുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് എല്ലാ ജീവവർഗത്തെയും ശാസിക്കാൻ അർഹനായിരിക്കുന്ന ആ സർവേശ്വരനെ ജീവികൾ ശാസിക്കാൻ ശക്തന്മാരല്ല. നിങ്ങളാരും അതിനെ ശാസിക്കാൻ ശക്തന്മാരല്ല. അതുകൊണ്ട് അന്തര്യാമിയായിരിക്കുന്ന മറ്റൊരു ശാസിത ഉണ്ടെന്ന് വന്നാൽ ഈ ഈശ്വരൻ ഏകനേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്ന് പറയുകയാണ്. വൈ ന ഗോഭിർ മനസാസുഭിർവാ
ഹൃദാഗിര വാസുഭൃതോ വിചക്ഷതേ ആത്മാനമന്തർഹൃദി സ്വന്തമാത്മനാം ചക്ഷുർയഥൈവ ആകൃതയസ്തതഃ പരം. അത്രയേ ഉള്ളൂ. തസ്യ ആത്മതന്ത്രസ്യ ഹരേരധീശിതു പരസ്യ മായാധിപതേർമഹാത്മന പ്രായേണ ദൂത ഇഹ വൈ മനോഹരാഹ ചരന്തി തദ്രൂപഗുണസ്വഭാവാഹ. ആ മനോഹരാഹ എന്ന് ആക്കുക, പിന്നെ വെട്ടിയിട്ട് ചായാക്കിയാൽ മതി, അപ്പോൾ ശരിയായിക്കോളും. തസ്യ ആത്മതന്ത്രസ്യ ഹരേരധീശിതു പരസ്യ മായാധിപതേർ മഹാത്മനഃ പ്രായേണ ദൂതാ ഇഹ വൈ മനോഹരാഹ ചരന്തി തദ് രൂപഗുണസ്വഭാവാഹ. ഹരേ ഹരേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ഹരേ എല്ലാത്തിനും ഇല്ലാതാക്കുന്ന, എന്തിനെ ഇല്ലാതാക്കുന്ന? ദുഃഖത്തെ. ഹരേ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവനും ആത്മതന്ത്രസ്യ സ്വതന്ത്രനും മായാധിപതി മായയുടെ അധിപനാണ്. അതാണ് നമുക്കൊക്കെ മായ കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്, ഇതെല്ലാം ഉണ്ടെന്ന് തോന്നിക്കുന്നത്. മായയിൽ നമ്മൾ പെട്ടുപോകും. അതൊക്കെ ജനിച്ചിട്ടുണ്ടെങ്കിൽ മായ നമ്മളെ പിടികൂടും. കാരണം ഇത് നമ്മൾ ജനിച്ചു വീഴുന്നത് മായയിലോട്ടാണല്ലേ, അത് സത്യമാണെന്നല്ലേ നമ്മൾ കരുതുന്നു. അതുതന്നെ എങ്ങും വ്യാപിച്ചിരിക്കുന്നവനും ഉത്കൃഷ്ടനും പരസ്യം എല്ലായിടത്തും ഏറ്റവും കേമനായിട്ട് നിൽക്കുന്നവനും ആ ദേവൻ്റെ ആ ദേവൻ്റെ തത് രൂപഗുണ സ്വഭാവമുള്ളവരും മനസ്സിനെ വളരെയധികം ആകർഷിക്കുന്നവനും ആയ ആ ദൂതന്മാർ നീട്ടിയുള്ളതുകൊണ്ടാണ് അത് ദൂതന്മാർ ബഹുവചനമായത്. ബഹുവചനമാണോ? അതിൽ കൂടുതൽ. അതിന് വേറൊരു മൂന്നാമതൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ സംസ്കൃതത്തിലതാ. 2 പേരല്ല, അതിൽ കൂടുതൽ. ദൂതന്മാർ ഈ ലോകത്തിൽ ഇങ്ങനെ മിക്കവാറും സഞ്ചരിക്കാറുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മറ്റവരും ഉണ്ട്, നിങ്ങൾ മാത്രമല്ല, മറ്റേ ആ പരംപുരുഷൻ്റെ ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. ഭൂതാനി വിഷ്ണു സുരപൂജിതാനി ദുർദർശ ലിംഗാനി മഹാത്ഭുതാനി രക്ഷന്തി തദ്ഭക്തി മതഃ പരേഭ്യോ മത്തശ്ച മർത്യാനഥ സർവതശ്ച. ഭൂതാനി വിഷ്ണു സുരപൂജിതാനി സുരൻ ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവരും ദുർദർശ ലിംഗാനി കാണാൻ ഒട്ടും ദുർദർശമാണ്, കാണാൻ നമുക്ക് സാധിക്കാത്തതാ ആ സ്വരൂപത്തോടു കൂടിയവരും അത്യദ്ഭുത മൂർത്തികളുമായ വിഷ്ണോഭൂതാനി വിഷ്ണുവിൻ്റെ ഭൂതഗണങ്ങൾ, അതായത് വിഷ്ണുവിൻ്റെ പാർഷദന്മാർ. തദ്ഭക്തിമത ആ വിഷ്ണു ഭക്തന്മാരെ ശത്രുക്കളിൽ നിന്ന് പരന്മാരിൽ നിന്ന് അന്യരിൽ നിന്ന്, അതായത് ശത്രുക്കളായിട്ടുള്ള അന്യരിൽ നിന്ന് മത്തച്ച എന്നിൽ നിന്നും ഞാൻ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ എന്നിൽ നിന്നും സർവ്വത എല്ലാറ്റിൽ നിന്നും രക്ഷിക്കുന്നു. ഏത്? ആ ഭഗവാൻ നമ്മൾ പൂജിക്കുന്നതായ ഹരേഹേ എന്ന് പറഞ്ഞില്ലേ, ആ സർവ്വ ദുഃഖത്തിനും നാശം വരുത്തുന്നവനായ ആ ഭഗവാൻ നമുക്ക് ദുഃഖം തരും, പക്ഷെ അത് ഹരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഭഗവാന് ഹരേ എന്ന പേര് കിട്ടിയത്. ഹരിക്കുന്നവനാണ്. അതുകൊണ്ട് ദുഃഖമില്ലാതാക്കുന്നവനായ അവന് സാധിക്കാൻ പറ്റത്തില്ല. പക്ഷെ സുരന്മാരാലൊക്കെ പൂജിക്കപ്പെടുന്നവനാണ്, കാണാൻ സാധിക്കാത്തവനാണ്, വളരെ ഗോപ്യമായ രൂപത്തോട് കൂടിയവനാണ്, അത്ഭുതങ്ങൾ ഒക്കെ എല്ലാം അത്ഭുതമൂർത്തിയാണ്. ആ വിഷ്ണുഭൂതാനി വിഷ്ണുവിൻ്റെ ഭൂതഗണം, അങ്ങനെയുള്ള ആ മഹാത്മാവിൻ്റെ ഭൂതഗണങ്ങൾ ആ വിഷ്ണു ഭക്തന്മാരെ ശത്രുക്കളിൽ നിന്നും എന്നിൽ നിന്നും യമൻ ആരാണ് അതാ പറയുന്നത്. അവിടെയാണ് നമുക്ക് ധൈര്യം തരുന്ന ആ ശ്ലോകം ഇരിക്കുന്നത്. എന്നിൽ നിന്നും, അതായത് യമനിൽ നിന്നും. അത് മരിക്കാനായിട്ടുള്ള ആ ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. പക്ഷേ വിഷ്ണുദൂതന്മാർ അവിടെ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ഒരു പുഞ്ചിരിയോടെ ആയിരിക്കും ആ ആത്മാവ് പോകുന്നത്. കാരണം ഭഗവാനെ കണ്ടതിൻ്റെയാണ് ആ പുഞ്ചിരി. ചിലർ മരിച്ചു കിടക്കുന്ന നമ്മൾ പറയാറില്ലേ, കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയ ചിരി ആ മുഖത്തുണ്ടെന്ന്, ഒരു സന്തോഷം ഒരു പോലെ പേടിച്ചരണ്ട മുഖത്തോടെ അല്ല, ആ ഭഗവാനെ കണ്ടാണ്, ഭഗവാന്റെ പാർശ്വന്മാർ വന്നിട്ടുണ്ടെന്ന് കണ്ടാണ് മരിക്കുന്നതെന്ന് പറയും. നമ്മളാരും മരിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ ഇനി എങ്ങനെയാണെന്നൊന്നും. പക്ഷേ നമ്മൾ കണ്ടിട്ടുണ്ട് മരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാൻ സ്വച്ഛമായ മരണമെന്ന് നമ്മൾ പറയാറില്ലേ, ഭഗവാനെ കണ്ട് സന്തോഷമായിട്ടിരിക്കുന്ന നേരിൽ ഞാൻ കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. പലരും കണ്ടിട്ടുണ്ട്, അതും എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ
ആത്മാവ് നാരായണ എന്നുള്ള നാമം കേട്ടുകൊണ്ട്, അതുകൊണ്ട് നാരായണ എന്ന് ജപിക്കണം, ഹരേ എന്ന് ജപിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം, നാരായണ എന്നുള്ള നാമം ജപിക്കുമ്പോൾ നമുക്കൊരു രൂപം മനസ്സിൽ വരും. ആ രൂപം തന്നെയാണ് പാർഷദന്മാർക്കും കൊടുത്തിരിക്കുന്നത്. അവിടെ ശ്രദ്ധിച്ചോ, അത് രൂപം അത് തന്നെയാണ്. ഒരു പേടിപ്പിക്കുന്ന രൂപമല്ലാത്തത് കൊണ്ട് ഭഗവാനാണ് വന്ന് നിൽക്കുന്നതെന്ന് നമ്മളങ്ങ് കരുതുന്നു. ഭഗവാൻ ആ പാർഷദന്മാരെ ഇങ്ങനെ അയച്ചിട്ടുണ്ട് ഈ യമൻ്റെ കൂടെ പോകാനേ. അവിടെ നാമജപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുകയില്ല. ഈ മറ്റേ യമൻ്റെ വരവ്, യമദൂതന്മാർക്ക് അവിടെ പ്രവേശനമില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹരി ഓം.